ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ ന്യൂ വ്ലോഗ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ള ഗോതമ്പക് സ്റ്റേഷനിൽ നമ്മൾ ട്രെയിനിലാണുള്ളത്. നമ്മൾ ഇന്ന് ഇപ്പോൾ 10 മണി ഗോതമ്പകിൽ നിന്ന് അങ്ങോട്ടേക്ക് ഓസ്ലോയിലേക്ക്. അതെ, നമ്മളിപ്പോൾ നോർവേയുടെ ക്യാപിറ്റലായ ഓസ്ലോയിലേക്കാണ് പോകണേ. നമ്മൾ ഡെൻമാർക്കിൽ കോപ്പൻഹാഗനിൽ, പിന്നെ സ്വീഡന് സ്റ്റോക്ക്ഹോം പോയി ഇനി നേരെ നോർവേയിലെത്തുമ്പോൾ വേറൊരു പ്രത്യേകത എന്താണെന്ന്, ഇത് എമലിൻ്റെ 20ാമത്തെ രാജ്യമായിരിക്കും അല്ലേ ഹെമ, നോർവേ? അതെ. അപ്പോൾ ഇൻഷാ അള്ളാ നമ്മൾ നേരെ ഇനി ഓസ്ലോയിലേക്കാണ്. ഇപ്പോൾ ട്രെയിൻ ഇതാ 10:15 പുറപ്പെട്ട് അവിടെ 1:45 നമ്മൾ ഇൻഷാ അള്ളാ ഓസ്ലോയിലെത്തും. ഹാപ്പി അല്ലേ? ഓക്കെ. അപ്പോൾ ഇതിൽ നമുക്ക് നമ്മളെ യൂറൈൽ പാസിന് നമുക്ക് ഈ ട്രെയിനിൽ പോവാം. നമുക്ക് റിസർവേഷൻ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ നേരെ ഓസ്ലോയിലേക്ക്. ഓക്കെ. അപ്പോൾ ഈ ട്രെയിനിൽ ഇപ്പോൾ നമ്മൾ ഗോതമ്പകിൽ നിന്ന് കയറിയപ്പോൾ നല്ല തിരക്കൊന്നുമില്ല ഉണ്ടോ. പിന്നെ ഇതൊരു റീജിയണൽ ട്രെയിൻ, അതായത് ഗോതമ്പക് ടു ഓസ്ലോ ഉള്ള ഡയറക്റ്റ് ട്രെയിനാണ്. തിരിച്ചുള്ള ട്രെയിനാണ്. നമ്മുടെ വെൻഡിങ് മെഷീനും കാര്യങ്ങളൊക്കെ കാണാം. നമ്മളിപ്പോൾ സ്വീഡനും ഈ നോർവേ ഭാഗം, അതായത് സ്കാൻഡിനേവിയൻ്റെ കുറച്ചുകൂടി മോൾ ഭാഗത്തേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് തണുപ്പ് കൂടും. അതുപോലെ തന്നെ കൊണ്ടുവന്ന് ക്ലൗഡി ആയിട്ട് വരുന്നുണ്ട് ഇവിടത്തേക്ക്. പിന്നെ മരങ്ങളെല്ലാം പച്ച ആയിട്ട് വരണം. സമ്മർ ആകുമ്പോഴത്തേക്കും കംപ്ലീറ്റ് പച്ചയില്ല അവിടെ. വീടൊക്കെ കണ്ടില്ല, നല്ലൊരു റെഡ് കളറ്. സ്വീഡൻ്റെ എല്ലാം കണ്ടോ, ഏകദേശം ഇതുപോലത്തെ വീടുകളാണ്. ഒരു റെഡ് അല്ലെങ്കിൽ ബ്രൗൺ ആയിട്ടുള്ള ഈ ഔട്ട്സ്കേർട്ടിലുള്ള വീടുകളൊക്കെ. നമ്മളങ്ങനെ ഒരു കൊച്ചു ടൗണിലെത്തിയിരിക്കുകയാണ്. ഹാൽഡൻ എന്നുള്ള സ്റ്റേഷനിൽ ഒരു 5 മിനിറ്റോളം നോക്കി നമ്മളെ യാത്ര തുടങ്ങിയാണ്. ഏതായാലും ക്ലൈമറ്റ് നല്ല ക്ലൗഡി തന്നെ. ഇവിടുത്തെ സമയം ഇപ്പോൾ 12:30 മണിയായി. നമ്മൾ കറക്റ്റ് 1:45 ഇതാ ഓസ്ലോ സെൻട്രൽ സ്റ്റേഷനിൽ ഇറങ്ങി. കറക്റ്റ് 1:45. അതായത് എമലെ, നമ്മളങ്ങനെ എമലിൻ്റെ 20th കൺട്രിയിലാണ് ഇപ്പോൾ ലാൻഡ് ചെയ്തിട്ടുള്ളത്. യെസ്, ഇവിടുത്തെ ക്ലൈമറ്റ് ഭയങ്കര തണുപ്പൊന്നും കൂടുകയും ചെയ്ത് ചെറുങ്ങനെ മഴ പെയ്യുന്നുണ്ട്. കൂടുതലില്ല, ചാരുന്നേ ഉള്ളൂ. നമ്മൾ വന്ന ട്രെയിൻ ഇതാണ്. ഇവിടുത്തെ ഒരു ഗ്രീൻ കളറ് ട്രെയിന്. നമ്മൾ ആസ് യൂഷ്വൽ നമ്മളെ ഈ സ്റ്റേഷൻ്റെ തൊട്ട് പുറത്ത് തന്നെയാണ് നമ്മളെ ഹോട്ടലില്ലേ. നേരെ ഇനിയിപ്പോൾ ഹോട്ടലിലേക്ക് പോവാം. ഇവിടെ ലേറ്റായിട്ട് മഴ പെയ്യുന്നു ഗൈസ്. നമ്മളിന്ന് സിറ്റിൻ്റെ ഈവനിങ്ങിന് നമുക്ക് സിറ്റിയൊക്കെ നന്നായിട്ട് കാണാമെന്നുള്ളതിലായിരുന്നു. നല്ല മഴ, അതുകൊണ്ട് തന്നെ നല്ല തണുപ്പും. നമ്മളെ ഹോട്ടലിലെ റൂം നമ്പർ ഇതാണ് 227. നമുക്ക് കാർഡൊക്കെ കിട്ടിയത്. അമ്മ തുറക്കൂ, എമ്മല് തുറക്കാൻ പോവാണ്. യെസ്, എങ്ങനെയുണ്ട് റൂമ്? നമ്മളെ മോളും താഴെ ആയിട്ടാണ് നമ്മളെ റൂമുള്ളത്. ചെറിയ റൂമാണ്, താഴെ ചെറുത്. ഒരു സ്റ്റഡി ടേബിൾ പോലത്തെ ഒരു ടേബിള്. അതെ, നമ്മൾ ആദ്യമായിട്ട് ഇരിക്കില്ല ഇങ്ങനെ ഒരു ഇതില് മോളും താഴെ ആയിട്ടുള്ള ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു റൂമില്. താഴെ ഒരു സിംഗിൾ ബെഡാണ്. മുകളിലേക്ക് കയറുമ്പോൾ പെട്ടെന്ന് നോക്കണം. സ്റ്റെപ്പ് ഡിസോർഡർ, രാവിലെ എണീച്ച് അപ്പം ചിലപ്പോൾ പോകണം. മുകളിലിതാ ചെറിയ നമ്മളുടെ ബെഡ് മാത്രം. പവർ പോയിന്റ് ഉണ്ട്. ഒക്കെ കിടക്കാനും വേണ്ടി മാത്രം കൊണ്ടൊക്കെ വന്നാൽ മതി. ബാക്കിയൊക്കെ താഴേക്ക്. നമ്മള് ബാത്റൂം നല്ല വൃത്തിയുള്ള ബാത്റൂം. ഓക്കെ. അപ്പോൾ നമ്മളെ ഹോട്ടലിലെ റൂം ഇതാണ്. മുകളിലും താഴത്തുള്ള ഒരു റൂമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. താഴെ സിംഗിൾ ബെഡും മുകളിൽ ഡബിൾ ബെഡും. അപ്പോൾ നമ്മൾ ലഗേജും സംഭവങ്ങളൊക്കെ താഴെ വെക്കുക, കിടക്കാൻ നേരത്തെ മുകളിലേക്ക് പോകാന്നുള്ളതാണ്. ഒന്ന് ഫ്രഷ് ആവണം. ഫ്രഷ് ആയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാനും വേണ്ടി ഇനി പുറത്തേക്ക് പോകണം.
അതാകുമ്പോൾ നെക്സ്റ്റ് പ്ലാൻ. നമ്മൾ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങി. ഇതാണ് നമ്മളെ ഹോട്ടൽ. നമ്മൾ ബാക്കിൽ കാണുന്ന ഗ്രാൻഡ് ഹോട്ടൽ എന്നുള്ളതാണ്. സ്റ്റേഷൻ കണ്ടോ? സ്റ്റേഷൻ അടുത്ത് തന്നെയാണ്. സ്റ്റേഷനിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. നമ്മളെ ഹോട്ടലിൻ്റെ മുമ്പിൽ തന്നെ കാണാം ഒരു അതെന്താ ലെപ്പേർഡോ ടൈഗറോ അതിൻ്റെ ഒക്കെ ഒരു ബ്രോൺസ് സ്റ്റാച്യു ഒക്കെ കാണാം. നമ്മളെ കയ്യിൽ കുട ഉണ്ട്, പക്ഷെ കുട എടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ പിടിച്ചാൽ എങ്ങനെ നടക്കേണ്ടി വരും. അതുകൊണ്ട് കുട എടുത്തിട്ടില്ല. കുട എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനെ ഇങ്ങനെ കൊണ്ടെടുക്കണം. അധികം ഹെവി ആയിട്ടൊന്നുമില്ല മഴ. ഓർഡർ നമ്പർ എത്ര ആവശ്യമല്ലേ? നമ്മളെ ഓസ്ലോയിലെ ലഞ്ച് എത്തി. ഇവിടെ തന്നെ അല്ലേ മെക്ക്. അപ്പം നമ്മളെ ഇന്നത്തെ നമ്മളെ ഓസ്ലോയിലുള്ള ഫസ്റ്റ് ഡേ പ്ലാനിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ലഞ്ച് കഴിക്കാൻ. ലഞ്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ പുറത്താണ് മഴ പെയ്യുന്നുണ്ട്. മഴ കുറച്ച് കുറവുണ്ട് ഇപ്പം. പിന്നെ ഇവിടെ ഒരു കാൾ ജോഹാൻ സ്ട്രീറ്റ് ഉണ്ട്, അതിൽ കൂടെ ഇങ്ങനെ നടക്കുക. പിന്നെ അത് കഴിഞ്ഞാൽ നേരെ ഒരു റോയൽ പാലസ് ഉണ്ട്, റോയൽ പാലസിൻ്റെ അവിടേക്ക് ഒന്ന് പോവുക. അത് കഴിഞ്ഞ് പിന്നെ ഓപ്പറ ഹൗസിൻ്റെ ഏരിയ. അങ്ങനെ ഈ ഒരു ഏരിയയിൽ ഈ ഒരു 1-2 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഏരിയയിൽ നമുക്ക് കവർ ചെയ്യാന്നുള്ളത് നമ്മളെപ്പം പ്ലാനിങ്. മഴ കൂടാതെ നിന്നാൽ മതി. മഴ കൂടിക്കഴിഞ്ഞാൽ നമുക്കതും നടക്കലുണ്ടാവില്ല. ലഞ്ചെല്ലാം കഴിഞ്ഞപ്പോൾ മഴ കുറവുണ്ട്. നമ്മൾ ഇതാണ് കാൾ ജോഹാൻ സ്ട്രീറ്റ്. കാൾ ജോഹാൻ സ്ട്രീറ്റിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈവനിങ്ങിലൊക്കെ നല്ലൊരു ആക്റ്റീവായിരിക്കുന്ന ഒരു സ്ട്രീറ്റാണ്. അപ്പോൾ അതിലൂടെ നമുക്ക് റോയൽ പാലസ് ഉണ്ട് ഇവിടെ. ആ റോയൽ പാലസിൻ്റെ അവിടെ എത്താം. ഡബിൾ XL ഡോമിനോസ് പിസ്സ. മഴ ആയത് കാരണം സത്യം പറഞ്ഞാൽ നല്ല കാഴ്ചകളൊക്കെ ഇവിടുത്തെ പോയി. ചർച്ചൊക്കെ കാണാം നമുക്ക്. ഇതെവിടെ കണ്ടോ 7-Eleven? നമ്മളിപ്പോൾ ഡെൻമാർക്കിൽ കണ്ട്, സ്വീഡനിൽ കണ്ട്, ഇപ്പോൾ നോർവേയിലും അതായത് സ്കാൻഡിനേവിയൻ ഏരിയയിലൊക്കെ 7-Eleven ഒരുപാടുണ്ട് തോന്നുന്നു. തണുപ്പുണ്ടോ? നല്ല തണുപ്പുണ്ട്. മഴയും കൂടി ആയപ്പോൾ സത്യം പറഞ്ഞാൽ തണുപ്പൊന്ന് കൂടിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കാൾ ജോഹാൻസ് ഗേറ്റിൻ്റെ അവിടെയാണ്. അതിൻ്റെയൊക്കെ അടുത്താണ്. ഇതിൻ്റെ നേരെ പോയി കഴിഞ്ഞാൽ റോയൽ പാലസ് ഉണ്ട്. ഇത് നല്ലൊരു ഏരിയ കേട്ടോ. നല്ലൊരു എന്താ പറയുക, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ. അതൊക്കെ മഴ അതിനെക്കൊണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ നമുക്കിങ്ങനെ ഒരുപാട് ആളൊക്കെ അവിടെ ഉണ്ടാവേണ്ടിയിരുന്നു. ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ്സൊക്കെ കാലിയായി കിടക്കുകയാണ്. സാധാരണ സമയത്തൊക്കെ നല്ല തിരക്കാവേണ്ട ഒരു സമയമാണ്. മഴ അതിനെക്കൊണ്ട്. സെന്റ് ജോഹാൻസ് ഗേറ്റ്, ഇവിടെ നേരെ പ്രസിഡന്റ് പാലസ്. ഇതൊക്കെ ഗാർഡൻ. ഈ റോയൽ പാലസിൻ്റെ ഭാഗമായിട്ടുള്ള ഗാർഡന് ഒരുപാട് ആൾക്കാരുണ്ട്, ടൂറിസ്റ്റുകൾ. റോയൽ പാലസ് തണുപ്പ് കാരണം നമ്മൾ വാഷ്റൂം അന്വേഷിച്ച് നടക്കുകയാണ്. അവിടെ ഒരു വാഷ്റൂം കിട്ടാനില്ല. MLക്കാണെങ്കിൽ വാഷ്റൂമിൽ പോകാനേ. സഫാരി ചാനലിൽ ഈ വീഡിയോ കണ്ടിട്ടുണ്ട് ഓസ്ലോയുടെ. അപ്പോൾ SGK സന്തോഷ് ജോർജ് കുളങ്ങനെ അവർ ഇവരൊക്കെ വന്നിട്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഈ ഗാർഡനിലും ഈ പാലസിനെ കുറിച്ചിട്ടൊക്കെ. അപ്പോൾ റോയൽ പാലസ് നമുക്ക് അധികം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, കാരണം നല്ല തണുപ്പ്. അതുമാത്രമല്ല MLക്ക് യൂറിൻ പാസ് ചെയ്യാൻ അതിനെക്കൊണ്ട് അധികം നേരം ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിപ്പോൾ തിരിഞ്ഞെടുക്കുക. അവിടെ ഓടി വാഷ്റൂം കാണുന്നില്ല. ഒന്നെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും റെസ്റ്റോറൻറ്റോ കാര്യങ്ങളോ നോക്കിയിട്ട് അവിടെ ഉണ്ടോ നോക്കണം. അല്ലെങ്കിൽ നേരെ തിരിഞ്ഞ് ഒരു 10 മിനിറ്റ് നടക്കേണ്ടി വരും നമ്മുടെ റൂമിലേക്ക്.
കൊത്തുവാഞ്ചി അങ്ങോട്ടേക്ക് തിരിഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ എമൽക്ക് അപ്പോൾ വാഷ്റൂമിൽ പോകാണ്ട് അതിനെ കൊണ്ട് തിരിച്ച് നമ്മൾ നേരെ ഹോട്ടലിലേക്ക് തന്നെ വന്ന് നമുക്ക് റോയൽ പാലസിൻ്റെ അവിടെ ഒന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റുക. കാരണം നല്ല തണുപ്പ് പോകാൻ തന്നെ കണ്ടില്ലേ, ഫോഗൊക്കെ വന്നിട്ട് നല്ല തണുപ്പ് കൂടിയിട്ടുണ്ട് ഈവനിങ്ങിൽ. അപ്പോൾ നമ്മളൊരു 1.5 കിലോമീറ്റർ 10 മിനിറ്റ് കൊണ്ടാണ് ഇവിടെ എത്തിയത്. അപ്പോൾ തിരിച്ചൊന്ന് ഫ്രഷായി ഇതാ എമലെ അയ്യോ ഓക്കെ അല്ലേ? ഓക്കെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. റോയൽ പാലസിൻ്റെ അവിടെ ഇനിയിപ്പോൾ 1.5 കിലോമീറ്റർ അങ്ങോട്ട് പോകണം. അപ്പോൾ അതിൻ്റെ ശേഷം ഇവിടെ ഇപ്പോൾ ഒരു ഓപ്പറ ഹൗസ് ഉണ്ട്. ഓപ്പറ ഹൗസിൻ്റെ ഒക്കെ ഒരു ഏരിയ ഉണ്ട്. ഇനി ഏതായാലും നമുക്ക് നേരെ അവിടെ പോകാമെന്നുള്ള അതിലാണ്. ഹലോ കമോൺ, അവിടെ ഊഞ്ഞാലാടി കളിക്കാം. കമോൺ അമ്മ. ഇപ്പോൾ മഴ ഇല്ലാത്ത സമയം കേട്ടോ, നമുക്ക് കറങ്ങാൻ പറ്റിയ സമയമാണ്. അടിപൊളി ക്ലൈമറ്റ്. അപ്പോൾ ഇവിടെ ഏരിയ കാണാൻ നമുക്ക്. Did you know that 37% of Norway is covered in forest? Did you know that Norway's area is 3,35,000 square kilometer? Did you know that Norway is 2,39,000 registered island? പിന്നെന്താണ്? Did you know that 1% of Norway's area consists of glaciers and snow? Did you know that the cheese slicer was invented by Thor Bjorkundal in 1925? Did you know that only 2% of Norway's area is developed? അപ്പോൾ ഇതാ ഓപ്പറ ഹൗസ് സ്റ്റേഷൻ അവിടെ കേട്ടോ, സെൻട്രൽ സ്റ്റേഷനിൽ നമ്മൾ ജസ്റ്റ് റോഡ് ക്രോസ് ചെയ്തു. ഇതാ എൻ്റെ ജസ്റ്റ് അവിടെ തന്നെ ഓപ്പറ ഹൗസ്. ഫുള്ള് ഫോഗല്ല, അവിടെയൊക്കെ കടലാട്ടോ. കടലൊന്നും കാണുന്ന തന്നെ ഇല്ല, ഫുൾ ഫോഗ്. ഓ നല്ല വ്യൂ ഒക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. നമ്മൾ ഇതിൽ ഇങ്ങനെ ഗൂഗിൾ ഓപ്പറ ഹൗസൊക്കെ അടിച്ചപ്പോൾ നല്ല വ്യൂ, ഇങ്ങനെ കടലിലേക്കുള്ള കുറേ ക്രൂയിസ്, അപ്പുറത്തൊക്കെ ഹാർബറാ, അങ്ങനെയൊക്കെ എല്ലാം ബ്ലോക്കായി പോയി വ്യൂ. ഇതാണ് ഓപ്പറ ഹൗസ്. ഇതാ മുമ്പിൽ തന്നെ എന്താ ഷിപ്പോ? ഹലോ, നമ്മളപ്പോൾ ഇതാ ഓപ്പറ ഹൗസിൻ്റെ മുകളിലേക്ക് കയറാണ്. ഇവിടെ ഫുൾ ഫോഗാണ് ഗൈസ്. വ്യൂ എല്ലാം മറിഞ്ഞു, പക്ഷെ അടിപൊളി ക്ലൈമറ്റ് അല്ലേ, മഴയില്ല. അപ്പോൾ നമ്മളിവിടെ വരുന്നതിൻ്റെ മുമ്പ് കുറച്ച് വീഡിയോസൊക്കെ നോക്കിയിരുന്നു, മറ്റേ സഫാരി ചാനലിൻ്റെ ഒക്കെ. അപ്പോൾ അതിൽ അവരൊക്കെ SGK ഉണ്ടല്ലോ, അവരൊക്കെ ഇവിടെ വന്നിട്ട് വീഡിയോ ചെയ്തതും അത് റോയൽ പാലസ് അവിടെയൊക്കെ പോയതൊക്കെ നമ്മൾ കണ്ട്. അപ്പോൾ അതേ സ്ഥലത്തപ്പം നമ്മളുള്ളത്. ഹോയ് ഓപ്പറ ഹൗസിൻ്റെ മുകളിലാണ് ഇപ്പോൾ, പക്ഷെ ഉണ്ടോ ഫുൾ ഫോഗ്, ഒന്നും കാണാൻ പറ്റില്ല. അവിടെ ഒരു മ്യൂസിയം ഒക്കെ ഉണ്ട്, മഞ്ജു മ്യൂസിയം എന്നൊക്കെ പറയുന്ന ഒരു മ്യൂസിയം ഒക്കെ ഉണ്ട്. കഴിഞ്ഞ മാസം എനിക്ക് തോന്നുന്ന സുജിത് ഭക്തന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ മൂപ്പര് ഇങ്ങനെ മഞ്ജു മ്യൂസിയത്തിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് കാണാം, അതാണ്ട് അവിടെ ഹാർബറിൻ്റെ ഏരിയ, പിന്നെ മഞ്ജു മ്യൂസിയം, കടലിൽ അവിടെ അത് കാണാം. എന്താണ് ഷിപ്പല്ല, ഷിപ്പ് പോലത്തെ ഒരു സംഭവമാണത്. പിന്നെ അവിടെ ഹാർബറാണെന്ന് തോന്നുന്നു, ഒന്നും കാണുന്നില്ല. ഫോഗ് പോയപ്പോൾ ഉണ്ടോ കുറച്ച് കാണാൻ പറ്റും. അവിടെ ഒരു മഞ്ച് എന്നൊക്കെ പറഞ്ഞ മഞ്ച് മ്യൂസിയം അവിടെ ഉണ്ടോ, ബോട്ട് ഷിപ്പൊക്കെ കാണാം, ബോട്ട് ഷിപ്പ്. അതാക്കോ? ഓ അതാണല്ലേ നിങ്ങളെ മാജിക്ക്. അപ്പോൾ നമ്മൾ തിരിച്ചതാ നമ്മളെ റൂമിൽ തന്നെ എത്തി.
നമ്മൾ ഒപ്പറ ഹൗസിൻ്റെ അവിടെ നിന്ന് നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിച്ചിട്ട് ഇപ്പോൾ നേരെ നമ്മൾ റൂമിലെത്തി. നമുക്ക് കുറച്ച് മഴ കാരണമൊക്കെ നമുക്ക് അധികമൊന്നും കറങ്ങാൻ പറ്റിയില്ല പുറത്ത്. എന്നാലും നമ്മൾ അത്യാവശ്യത്തിനുള്ള ഈ ഓസ്ലോയിൽ ഉള്ള ഇന്നിപ്പോൾ നമ്മൾ 2-3 സ്ഥലമൊക്കെ കണ്ടു. ഇനിയിപ്പോൾ നാളെ നമ്മൾ ഇവിടെ പോകാൻ ഉദ്ദേശിക്കുന്ന നോർവേ കൾച്ചറൽ മ്യൂസിയം അങ്ങനത്തെയൊക്കെ ഉണ്ട്. അപ്പോൾ അത് വിസിറ്റ് ചെയ്യാനാണ് പ്ലാനിങ്. അപ്പോൾ നോക്കാം ഇൻഷാ അല്ലാ. അപ്പോൾ അത് നമുക്ക് അടുത്തതിലാക്കല്ലേ. അപ്പോൾ നാളത്തെ നമുക്ക് അടുത്തതിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആവുന്നവരെ ടേക്ക് കെയർ. ബൈ.